ഞാൻ പറഞ്ഞു തന്നതിനേക്കാൾ കൂടുതൽ പാഠങ്ങൾ മോള് പഠിച്ചു. എന്നാ ഞാനങ്ങോട്ട്. സർ, കാറിൽ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ശീലമില്ലല്ലോ. നടക്കാൻ പറ്റുന്ന കാലത്തല്ലേ നടക്കാൻ പറ്റൂ. കിടപ്പിലായി കഴിഞ്ഞാൽ ആളും ആരും ഒന്നും ഉണ്ടാവില്ലല്ലോ. മോളെ, ദൈവത്തെ പറ്റിച്ചോണ്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. പക്ഷേ പറ്റിച്ചോണ്ടിരിക്കുന്ന ദൈവത്തെയാണോ അതോ സ്വന്തം മനസാക്ഷിയാണോ എന്ന് നേരം കിട്ടുമ്പോ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കണം. അതെ, ഈ കാറങ്ങ് മാറ്റിയിടണോ? മാറ്റിയിട്ടോളാം സുഹൃത്തെ, ആളിറങ്ങട്ടെ. ആളിറങ്ങാൻ വേണ്ടി ഇവിടെയെങ്കിലും നിർത്താൻ പറ്റില്ല. വണ്ടി മാറ്റിയിട്ടിട്ട് ആളിറങ്ങിയാൽ മതി. ഓ, മേയറുടെ കാറ് വരാനുണ്ട്. അതുകൊണ്ട് കളക്ടർ സാറിന്റെ കാറ് വരെ മാറ്റിയിട്ടിരിക്കുക. ഇടോ, ഇത് സത്യമ്മയുടെ വണ്ടിയാ. ഏത് സത്യാമ്മയിലെന്താ? സർക്കാർ ഓഫീസിൽ വന്നാ ഇവിടത്തെ നിയമം പാലിക്കണം. അർജുൻ, വണ്ടി ഒന്ന് മാറ്റി നിർത്താൻ പറ. അവിടെ ഇരിക്കും സത്യാമ്മ. ഇവിടെ ആളിറങ്ങിയാൽ എന്താ സംഭവിക്കാന്ന് ഞാനൊന്ന് കാണട്ടെ. വണ്ടി എടുത്ത് മാറ്റണോ? ഇവിടെ ഞങ്ങൾക്ക് നിൽക്കാലോ. ഫ്രാൻസിസ് എന്നല്ലേ പേര്? ആ അതെ. അപ്പോഴെനിക്ക് ആള് തെറ്റിയിട്ടില്ല. കുടുംബം കടക്കണിയിലാണെന്നും പറഞ്ഞ് 1 വർഷം മുൻപ് എന്നോട് 3 ലക്ഷം രൂപ വാങ്ങിച്ചോണ്ട് പോയ ആൾക്ക് ഇതേ മുഖമായിരുന്നു. കടം തിരിച്ചു തരുമ്പോ അതങ്ങ് വീണും സത്യാമ്മേ. ഇതെന്റെ ജോലിയുടെ ഭാഗമാണ്. അർജുനെ, സത്യമേ, കാറ്റു മാറി വീശുന്നുണ്ട്. ഞാഞ്ഞൂലുകൾ തലപൊക്കി തുടങ്ങി. ഒരു പെരുമഴക്കാലത്തിന് സമയമായെന്ന് തോന്നുന്നു. ഹലോ ഹലോ ജോൺ സാറേ, ചന്ദ്രബോസാ? ചന്ദ്രബോസോ? ഏത് ചന്ദ്രബോസോ? അത് അസിസ്റ്റന്റ് കമ്മീഷണർ സാർ. ഓ, ചന്ദ്രബോസ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ആ, കൈക്കൂലി കേസിലും പൊതുജനങ്ങളോട് മോശമായി പെരുമാറിയതിനും സ്വഭാവ ദൂഷ്യത്തിനുമൊക്കെ പലതവണ സസ്പെൻഷനിലായ ചന്ദ്രബോസ് എന്ന് പറയൂ. അത് സാർ, ഒടുവിൽ പുതിയ സർക്കാർ വന്നപ്പോ ഏതൊക്കെയോ മന്ത്രിമാരുടെ കാല് തിരുമ്മി അസിസ്റ്റന്റ് കമ്മീഷണറായ ചന്ദ്രബോസ്. അത് പരിചയപ്പെടുത്താൻ കൂടുതൽ എളുപ്പം അതായിരിക്കും. സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ
ഇപ്പൊ ഞാനതൊന്ന് റീചെക്ക് ചെയ്തപ്പോഴാണ് കൃത്രിമം ബോധ്യപ്പെട്ടത്. ദ പോലീസ് റിപ്പോർട്ട് ഈസ് ഫാബ്രിക്കേറ്റഡ്. അല്ല, മനസ്സിലായില്ല സാർ. എടോ, ഈ പോലീസ് റിപ്പോർട്ട് വ്യാജമാണെന്നും സത്യഭാമയോടുള്ള വ്യക്തിവിരോധത്താൽ കെട്ടിച്ചമച്ചതാണെന്നും ഇപ്പൊ മനസ്സിലായോ തനിക്ക്? അപ്പോ ഇനി എന്ത് ചെയ്യും സാർ? സത്യഭാമയ്ക്ക് തോക്കിന്റെ ലൈസൻസ് വീണ്ടും അനുവദിക്കും. ലൈസൻസ് സസ്പെൻഡ് ചെയ്ത കളക്ടർക്ക് തന്നെ ആ നടപടി തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ വീണ്ടും അത് അനുവദിക്കാനുള്ള റൂളുണ്ട്. അപ്പോ സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെ ഞാൻ വെറുതെ വിടേണ്ടി വരുമോ സാർ? ഷുവർ, ഇറ്റ്സ് ആൻ ഇല്ലീഗൽ കസ്റ്റഡി. നിയമത്തിന് നിരക്കുന്നത് നല്ലത്. നേരിന്റെ വഴിന്ന് അണുവിട വ്യതിചലിക്കില്ല ഞാൻ. യു നോ, ഐ ആം വെരി സ്ട്രിക്റ്റ്. അല്ലെങ്കിൽ തന്നെ താനൊന്ന് ആലോചിച്ച് നോക്കണോ, സത്യഭാമയാണോ താനാണോ ക്രിമിനൽ എന്ന്? തന്റെ സർവീസ് റെക്കോർഡ്സൊക്കെ ഞാനൊന്ന് ഓടിച്ചു നോക്കി. കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോ അസിസ്റ്റന്റ് കമ്മീഷണർ എന്നല്ല, ഒരു സിവിൽ പോലീസ് ഓഫീസറായിട്ട് പോലും സർവീസിൽ തുടരാനുള്ള യോഗ്യത തനിക്കില്ല. എന്നോട് ക്ഷമിക്കണം സാർ, എനിക്കൊരു തെറ്റ് പറ്റിയതാ. സത്യഭാമയും ഞാനും ഒന്നുമല്ലേ സാർ ശരിക്കുള്ള ക്രിമിനൽസ്. മോഡലായ ആദ്യ ഭാര്യയുടെ ദുരൂഹ മരണം, ഭരണത്തിൽ സ്വാധീനമുള്ള രണ്ടാം ഭാര്യയുടെ അച്ഛനുമായി ചേർന്ന് വനഭൂമി വളച്ചുകെട്ടൽ, ഈ ക്ലബ്ബുകളിലെ കുടിച്ചു കൂത്താടി നടത്തുന്ന വഷർത്തരങ്ങൾ, ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ്. അങ്ങനത്തെ ട്രാക്ക് റെക്കോർഡുള്ള ഒരു IAS ഓഫീസറുണ്ട് സാർ. അയാളാണ് ഏറ്റവും വലിയ ക്രിമിനൽ. എടോ, ഒന്ന് മിണ്ടാരിടോ. ഇപ്പോഴത്തെ ഫോണിലെല്ലാം റെക്കോർഡിങ്ങാ. താനിതൊക്കെ പറയുന്നത് കേട്ട് ഞാൻ മിണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞാനിതെല്ലാം സമ്മതിച്ചു തന്നല്ലേ അതിനർത്ഥം? എടോ കള്ള ബെടുക്കൂസേ, അപ്പൊ തനിക്ക് എന്നെ കുറിച്ച് എന്ത് വേണേലും പറയാം. അത് കേട്ട് ഞാനങ്ങ് ഉണ്ടായിരുന്നോളാം. അത് പിന്നെ ഞാൻ കളക്ടറല്ലേടോ. എടോ, ക്ലബ്ബിൽ വെച്ച് കാണുമ്പോഴോ ഒന്നിച്ച് ഫോറിൻ ട്രിപ്പ് പോകുമ്പോഴോ ഇങ്ങനൊന്നും അല്ലല്ലോ. എടോ, മാസപ്പടി കൈനീട്ടി വാങ്ങുമ്പോ നേരിന്റെ വഴിയെ കുറിച്ചൊന്നും ആലോചിക്കത്തില്ല. അപ്പൊ കണ്ണടച്ച് കളി. ഞാനൊരു തമാശ പറഞ്ഞല്ലേ ബോസേ. ആ, ഇയാൾ വിളിച്ച കാര്യം പറയും. ആ സത്യഭാമയില്ലേ, അവരാ തോക്കിന്റെ ലൈസൻസിന്റെ കാര്യം പറഞ്ഞ് കളക്ടറേറ്റ് നിറങ്ങാൻ വരാൻ സാധ്യതയുണ്ട്. തീരുമാനത്തിനൊന്നും ഒരു മാറ്റവും വേണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. അത് താൻ പ്രത്യേകിച്ച് വിളിച്ചു പറയണോടോ. ജോൺ എബ്രഹാം അല്ലേ കളക്ടറുടെ കസേരയിൽ ഇരിക്കുന്നത്? പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ശരിടോ, വൈകിട്ട് ക്ലബ്ബിൽ വെച്ച് കാണാം. ഓക്കെ. സത്യഭാമേ, നിങ്ങളങ്ങ് ചെല്ല് കളക്ടറേറ്റിലേക്ക്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ഞാൻ പോയി അവരോട് പറഞ്ഞിട്ട് വരാം. സത്യാമ്മയോ? എന്താ സത്യം എവിടെ? എനിക്ക് കലക്ടർ ഒന്ന് കാണണമായിരുന്നു. അതിന് സത്യാമ്മ തന്നെ ഇങ്ങോട്ട് വന്നോ? ഒരു കോള് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ സാറിനെ അറിയിച്ചോളായിരുന്നല്ലോ. സാറ് തന്നെ വീട്ടിൽ വന്ന് സത്യാമ്മയെ കണ്ടേനെ. അതൊന്നും വേണ്ട. അല്ല, ഇപ്പോഴാരാ കളക്ടർ? ജോൺ എബ്രഹാം സർ. എന്തോ എനിക്ക് എത്ര പരിചയം പോരാ. സത്യാമ്മ കയറിപ്പോക്കോളൂ, നേരിട്ട് പരിചയപ്പെടാലോ. വേണ്ട, കൂട്ടിച്ചെന്നൊന്ന് പറഞ്ഞാൽ മതി. അനുവാദം വാങ്ങണം. ശരി സത്യാമ്മേ. ആ പിന്നെ വേറെ വിസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞു മതി. ഞാൻ വെയിറ്റ് ചെയ്യാം. സത്യാമ്മയെ കാത്തിരിപ്പിക്കാനും നല്ല കാര്യായി. കളക്ടർ തന്നെ എന്നെ ജോലി കളയും. ഞാൻ പറയാം. സർ,
യെസ്. സർ, ഉം. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ഞാനതിന് ഉച്ചയ്ക്ക് ശേഷം ആർക്കും അപ്പോയിൻമെന്റ് കൊടുത്തിട്ടില്ലല്ലോ. മുൻകൂർ അനുമതിയില്ലാതെ ആർക്കും ജില്ലാ കളക്ടറെ കാണാൻ പറ്റില്ലെന്ന് അറിയില്ലേ അനുപല്ലവിക്ക്? സർ, ഇത് ഇത് സത്യമാണ് സർ. സത്യാമ്മയോ? ഏത് സത്യാമ്മ? ഓ, മനസ്സിലായി. ഞാനിവിടെ ചാർജ് എടുക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പെൺമാടമ്പിയെ പറ്റി മുന്നറിയിപ്പ് തന്നിരുന്നു പലരും. ഇവിടുത്തെ കിരീടം വയ്ക്കാത്ത റാണിയാണല്ലോ അവര്. മന്ത്രിമാരടക്കമുള്ളവരെ കാണാൻ അവർക്ക് അപ്പോയിൻമെന്റിന്റെ ആവശ്യമില്ല. സത്യഭാമയെ കാണാൻ അവരാണല്ലോ ക്യൂ നിൽക്കേണ്ടത്. പക്ഷേ ജോൺ അബ്രഹാമിന്റെ അടുത്ത് അതൊന്നും വിലപ്പോവില്ല. അവരല്ല, സർക്കാരാ എനിക്ക് ശമ്പളം തരുന്നത്. അവരുടെ കിമ്പളത്തിന്റെ ആവശ്യം എനിക്കില്ല. ജോൺ അബ്രഹാമേ വേറെ ജനസാ. ഞാൻ അവരോട് എന്ത് പറയണം സർ? ഒരു കാര്യം ചെയ്യേ, വെയിറ്റ് ചെയ്യാൻ പറ. സർ, 3:30-ക്കല്ലേ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റുമായുള്ള മീറ്റിംഗ്? ഇപ്പൊ സാറ് ഫ്രീ ആണെങ്കിൽ Shut up! ആരെ എപ്പോ കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. അനുപല്ലവി എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്, അല്ലാതെ എന്റെ ഉപദേശകയല്ല. സോറി സർ. ഒരു സത്യാമ്മ, സത്യഭാമ എന്നുള്ള പേര് മുഴുവൻ ഉച്ചരിക്കാൻ പേടിയാ എല്ലാത്തിനും. പഴയ ഫ്യൂഡൽ മാടമ്പിത്തരമൊക്കെ അങ്ങ് അടുക്കി കെട്ടിവെച്ചേക്കാൻ പറ. കളക്ടർ ജോൺ അബ്രഹാമിനെ കാണണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറ. ശരി സർ. ആൻഡ് വൺ മോർ തിങ്, ഞാൻ വിളിക്കാതെ ഇനി എന്റെ റൂമിലേക്ക് ആരും കയറി വരണ്ട, അനുപല്ലവി അടക്കം. യെസ് സർ. ആ, എന്നാ പോ. മേയർ ഇപ്പോൾ വരില്ലേ? വരുമെന്നല്ലേ പറഞ്ഞത്? ഒന്ന് വന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഏതായാലും വന്നു കണ്ടിട്ടല്ലേ പോകാൻ പറ്റൂ. ദേ മേയർ വരുന്നുണ്ട്. മേയർ, മേയർ, മേയർ സിന്ദാബാദ്. മേയർ, മേയർ, മേയർ സിന്ദാബാദ്. മേയർ, മേയർ, മേയർ സിന്ദാബാദ്. പൊന്നേ കരളേ ഞങ്ങളുടെ മുത്തേ, പൊന്നേ കരളേ ഞങ്ങളുടെ മുത്തേ, പൊന്നേ കരളേ ഞങ്ങളുടെ മുത്തേ, പൊന്നേ കരളേ ഞങ്ങളുടെ മുത്തേ. മുത്താണ് മേയർ, സ്വത്താണ് മേയർ, മുത്താണ് മേയർ, സ്വത്താണ് മേയർ. ഞങ്ങളുടെ മുത്താണ് മേയർ, സ്വത്താണ് മേയർ. പൊന്നേ കരളേ ഞങ്ങളുടെ മുത്തേ, പൊന്നേ കരളേ ഞങ്ങളുടെ മുത്തേ, മുത്താണ് മേയർ, സ്വത്താണ് മേയർ. ആരാ നമ്മുടെ മേയർ? മേയർ കീ, സുസ്മിത കീ. മേയർ, മേയർ, മേയർ സിന്ദാബാദ്. ആരാ നമ്മുടെ മേയർ? എന്നെ പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോ നിങ്ങൾക്കുണ്ടായ ആവേശവും ഉത്സാഹവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അത് മറ്റു ജനങ്ങൾക്ക് ശല്യമാവാൻ പാടില്ല. നിങ്ങളിൽ ഒരാൾ മാത്രമാണ് ഞാൻ, നിങ്ങളെപ്പോലൊരാൾ. സത്യമേ, സമയം പോകുന്നു. അവിടെ സ്റ്റേഷനിൽ വിഷ്ണു. ഇനി എന്റെ മകനെ അവർക്കൊന്നും ചെയ്യാനാവില്ല. അല്ലെങ്കിൽ അവനെ കൊല്ലണം. അവന്റെ ദേഹത്ത് തൊട്ടുപോയ സ്ഥിതിക്ക് ആ സ്റ്റേഷനിലുള്ള ഓരോരുത്തർക്കും അത് തന്നെയാവും നല്ലത്. സത്യമേ, നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയമായി? നമുക്ക് മുമ്പുണ്ടായിരുന്നവരൊക്കെ കളക്ടറെ കണ്ടു, അതിനുശേഷം വന്നവരും കയറി കണ്ടു. ഇതെന്താ നമ്മളോട് മാത്രം ഇങ്ങനെ? ആ കുട്ടി പോയി പറഞ്ഞല്ലോ. പറഞ്ഞിട്ട് എന്തിനാ? അതിനുശേഷം ആ കുട്ടി നമുക്ക് മുഖം തന്നിട്ടില്ലല്ലോ. ചിലപ്പോ കളക്ടർക്ക് നേരത്തെ ചാർട്ട് ചെയ്ത പ്രോഗ്രാംസ് ഉണ്ടാവും. എന്നാലും പുറത്ത് കാത്തിരിക്കുന്നത് സത്യാമ്മയല്ലേ? സത്യാമ്മയല്ലടാ,
വെറും ഒരമ്മ. മകനെ ചില രാക്ഷസന്മാരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ദൈവത്തേടി കാത്തിരിക്കുന്ന വെറും ഒരമ്മ. സത്യമേ, നിങ്ങൾക്ക് വേണ്ടിയുള്ള സേവനമാണ് എന്റെ ജോലി. ഞാൻ നിങ്ങളുടെ എല്ലാം ഒരു ജോലിക്കാരി മാത്രമാ, ഒരു വിനീത ദാസി. സുസ്മിത ഞങ്ങളുടെ ദൈവമാ സാറേ. വണ്ടി ഇടിച്ച് എന്റെ പൊന്നുമോൾ ഓടെ കിടന്നപ്പോ ചോര കൊടുക്കാൻ ഇവിടെ ഒരു പുല്ലനെ കണ്ടിരുന്നില്ല. എന്റെ തോമാച്ചാനെ ഉണ്ടായിരുന്നുള്ളൂ. കടപ്പാടിന്റെ അർത്ഥമൊന്നും ചോദിക്കരുത് സാർ. നശിപ്പിച്ച് ഇവൻ കൊടുത്ത ഡയലോഗ് മുഴുവനും തെറ്റിച്ചു. തോമാച്ചായന് വല്ല കാര്യമുണ്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് കയറാൻ. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും, അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളും. ഇവിടെ എല്ലായിടത്തും ഓടിയെത്താൻ ഞാനൊരാൾ മാത്രമേ ഉള്ളൂ എന്നതിനാൽ എല്ലായിടത്തും കൃത്യസമയത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അതുമൂലമുണ്ടാകുന്ന അസൗകര്യങ്ങൾ എല്ലാവരും സദയം ക്ഷമിക്കണം. അയ്യോ, നിങ്ങൾ എല്ലാവരും എന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സ്നേഹം മാത്രമാണ് എന്റെ നിസ്വാർത്ഥ സേവനത്തിനുള്ള പ്രതിഫലം. നിങ്ങൾക്കറിയോ, മേയർ എന്ന നിലയിലുള്ള ശമ്പളം പോലും വാങ്ങുന്നില്ല ഞാൻ. ഇക്കൂട്ടത്തിൽ ഞാൻ ഹൃദയ ശസ്ത്രക്രിയ നടത്തിക്കൊടുത്ത കുരുന്നുകളുടെ അച്ഛനമ്മമാരുണ്ട്. കാലവർഷക്കെടുതിയിൽ കൂര നഷ്ടപ്പെട്ടപ്പോ വീട് വെച്ചു കൊടുത്തവരുണ്ട്. രോഗങ്ങളും അസുഖങ്ങളും വന്നപ്പോ കൈയയച്ച് സഹായം വാങ്ങിയവരുണ്ട്. നിങ്ങൾക്കറിയാമോ, എന്റെ കിഡ്നി പോലും സാധുജന പരിപാലനത്തിനായി മാറ്റിവെച്ചിരിക്കുക ഞാൻ. കിഡ്നി മാറ്റിവെക്കാൻ പണമില്ലാത്ത ഒരു നിർധന ബാലികയ്ക്ക് ഞാൻ എന്റെ കിഡ്നി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ, മേയർ വളരെ സങ്കടത്തിലാണ്. എന്തിനാ കിഡ്നി കൊടുക്കുന്നില്ലെന്നു? അതല്ല, മേയർക്ക് 2 കിഡ്നിയല്ലേ ഉള്ളൂ, അതിലൊന്നല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു 3 കിഡ്നി ഉണ്ടായിരുന്നെങ്കിൽ 2 എണ്ണം കൊടുക്കാമല്ലോ എന്നായിരുന്നു മേയറുടെ സങ്കടം. മേയർക്ക് കൂടുതൽ കിഡ്നി ഉണ്ടാവാനും അതുവഴി കൂടുതൽ മികച്ച സാധുജന പരിപാലനം നടത്താനും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും എപ്പോഴും ഉണ്ടാവണം കേട്ടോ. വിളിക്കുന്നടാ. സുസ്മിത മേയർ കീ, സുസ്മിത മേയർ കീ, സുസ്മിത മേയർ കീ, സുസ്മിത മേയർ കീ. ആ, ഒരു മിനിറ്റിങ് വന്നേ. ഇപ്പൊ വരാങ്ങട്ടാ. എന്ത് നശിപ്പിക്കലടാ പട്ടി. അങ്ങനെ ആലോചിക്കാൻ മാത്രം കിഡ്നിയുള്ള ആരും ഇവിടെ ഇല്ല സുസ്മിതേ. എന്നെ ഇത്രയും ദയയും ദീനാനുകമ്പയും സഹാനുഭൂതിയും ഒക്കെ ഉള്ളവളാക്കി മാറ്റിയത് എന്റെ ഇരുളടഞ്ഞ ഭൂതകാലമാ. ഒന്ന് നിർത്തുവോ? നീ ഇങ്ങനെ കിടന്ന് അലറാതെ. പത്രക്കാരൻ ഞാനിലായിരുന്നു വന്നിട്ടില്ല. അവരൊക്കെ എവിടെ പോയി? ഏതാണ്ട് ഒരു സ്കൂളിൽ തീപിടുത്തം ഉണ്ടായി, അതിന് വരിക എല്ലാരും കൂടെ. കുറെ കുട്ടികൾക്ക് പൊള്ളലേറ്റിട്ടുണ്ടെന്നാ പറയുന്നത്. കുട്ടികൾ ചത്ത ചാവട്ടെ എന്ന്, അതിലും പ്രധാനമല്ലേ മേയർ വരുന്നത്. അത് പോട്ടെ, ഇത്തവണ നീ ക്ഷമിക്കും. നമ്മുടെ PR വേണ്ടി ഒരു ക്യാമറമാനെ വെച്ചില്ല, അവനെവിടെ? ആ ക്ലീറ്റസ് അല്ലേ, അവൻ മുങ്ങലിന്റെ ആശാനല്ലേ, വിളിച്ചപ്പോ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ്. ജഗദീപിനോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ, മേക്കപ്പ് ഇല്ലെങ്കിൽ മീഡിയ ഇല്ലാതെ ഞാൻ പുറത്തിറങ്ങില്ലെന്ന്. പറ്റിപ്പോയി, നീ ക്ഷമിക്കേ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, ഈ നിൽക്കുന്നവന്മാർ മുഴുവനും നമ്മുടെ ആൾക്കാർ. മണിക്കൂറിന് 500 രൂപ വെച്ച് അവനക്ക് കൂലി. അതിനു പുറമെ നിന്റെ ഇരുളടഞ്ഞ ഭൂതകാലം കൂടി തുറക്കാൻ പോയാലേ ഇവന്മാർ അഡീഷണൽ ചാർജ് ചോദിക്കാൻ സാധ്യതയുണ്ട്. മണിക്കൂറിന് 500 രൂപയോ? കുറച്ച് കുറഞ്ഞ കാശിന് അന്യ സംസ്ഥാന തൊഴിലാളികളെ ആരും കിട്ടിയില്ലേ? അവർക്ക് കാശ് കുറവാ, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അവന്മാർക്ക് സാ വരൂല. എന്ത്? ഈ സുസ്മിതയുടെ സാ ഇല്ലേ, അത് വരൂലെന്ന്. മുദ്രാവാക്യം വിളിക്കുമ്പോഴത്തേക്ക് സുഷ്മിത ആയിപ്പോവും, അത് മതിയാ? വേണ്ട, കാശത്തിന് കൂടിയാലും സാ വരുന്നവര് മതി. അത് കറക്റ്റ്. എന്ന് സമയം കളയണ്ട, നമുക്ക് അകത്തേക്കാറാം. സുസ്മിത മേയർ കീ, സുസ്മിത മേയർ കീ, സുസ്മിത മേയർ കീ.